കഴിഞ്ഞ ദിവസം മാവേലിക്കരയിൽ നിന്ന് കുട്ടിയം വഴി കൊല്ലത്ത് പോയ ഒരു സ്ത്രീക്ക് ഒരു ദുരനുഭവം. ഒരാൾ ബസ്സിലിരുന്ന് വളരെ മോശമായ രീതിയിൽ ലൈംഗിക ആഭാസം കാണിച്ചു. ഈ സ്ത്രീയെ മാവേലിക്കരയിൽ നിന്ന് KSRTC ബസ്സിൽ കയറി കുട്ടിയത്തെത്തി. കുട്ടിയം കഴിഞ്ഞ് കൊല്ലത്ത് പോവുകയാണ് ബസ്. സമയം രാത്രി 10:30, 10:45. അധികം യാത്രക്കാരൊന്നും ബസ്സിലില്ല. അടുത്ത സീറ്റിലിരുന്ന ഒരുത്തൻ ഇവരെ നോക്കിയിരിക്കുന്നത് കണ്ടു. അയാളുടെ പ്രവൃത്തി നോക്കിയപ്പോൾ വളരെ മോശമായ ലൈംഗിക വൈകൃതം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഭയപ്പെട്ടു, പാനിക്കായി. അവരുടെ സീറ്റിൽ ഒറ്റയ്ക്കാണ്. ഓപ്പോസിറ്റ് എതിർവശത്തെ സീറ്റിലാണ് ഇയാൾ ഇരുന്ന് ഈ പ്രവൃത്തി ചെയ്യുന്നത്. അവർ മുഖം തിരിച്ചു, മൊബൈൽ ആക്കിയിട്ട് അയാളിലേക്ക് തിരിച്ചു വെച്ചിട്ട് അവര് കൊട്ടിയത്ത് നിന്ന് ഇയാൾ കാണിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം അവര് കൊല്ലത്തിറങ്ങി. ഈ ദൃശ്യം നോക്കിക്കഴിഞ്ഞപ്പം ആളുടെ പടം ക്ലിയർ ആയിട്ട് കിട്ടിയിരിക്കുന്നു. മുഖമൊക്കെ വ്യക്തമായി. 40-45 വയസ്സ് കാണണം അയാൾക്ക്. അയാളാണ് ഈ ലൈംഗിക വൈകൃതം കാണിച്ചത്. ഇവരെ തന്നെ നോക്കിയിരിക്കുന്ന ദൃശ്യമൊക്കെ നമുക്ക് കാണാം. നമുക്ക് അത് പോലീസിൽ കൊടുത്ത് ഇയാൾക്കെതിരായിട്ട് നടപടി എടുക്കുമെന്ന് ആ സ്ത്രീ പറയുകയും ചെയ്തു. നല്ല കാര്യം. ഇങ്ങനെയുള്ളവരെ നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള കാരണവന്മാർ പറഞ്ഞ 10 വെട്ടി അടിക്കണമെന്നാണ്. അത് തന്നെ ചാനലിൽ ഞാൻ കേട്ടു, 10 വെട്ടി ഇമ്മരെ അടിക്കണം. അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങൾ ദൈനംദിനം കൂടിക്കൂടി വരുന്നതാണ്. കൊച്ചു കുട്ടികൾക്കൊക്കെ ഇതുപോലെ ബസ് യാത്ര ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന വിദ്വാന്മാര് ലൈംഗിക വൈകൃതമൊക്കെ കാണിക്കും. അങ്ങനെ നമുക്ക് അടുത്ത കാലത്ത് വളരെയധികം കേസുകൾ നമ്മൾ കണ്ടു. ഒരു സിനിമാ നടനും സീരിയൽ നടനും ഇത് സ്ഥിരം കാണിക്കുന്ന ഒരുത്തനുണ്ട്. അതൊക്കെ ഞാൻ പേര് പറയുന്നില്ല. അയാൾ കാണിക്കുന്നത് ഏതെങ്കിലും ഹോസ്റ്റലിന്റെ ഭിത്തിയെ കയറിയിരുന്നാണ് കാണിക്കുന്നത്. അതൊക്കെ അങ്ങനെ ആളുകൾ ഇപ്പോഴും സജീവമായിട്ട് സിനിമയിലും അയാള് സീരിയലിലും ഉണ്ട്. അവരെയൊക്കെ അതിൽ നിന്നൊക്കെ ഒഴിവാക്കണം. ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളൊന്നും ഒരിക്കലും ഒരു സീരിയലിൽ ഒരു സിനിമയിൽ കൊണ്ടുവരരുത്. അത് സമൂഹത്തിന് ദോഷം ചെയ്യുന്ന കാര്യമാണ്. എനിക്ക് കഴിഞ്ഞ ദിവസം ഇതുമായിട്ട് പെട്ട ഈ ലൈംഗിക വൈകൃതം കാണിച്ച ഒരു മഹാനെ ഏതായാലും നെടുമങ്ങാട് ഫാസ്റ്റ് ട്രാക്ക് കോടതി അല്ലെങ്കിൽ കാട്ടാക്കട പോക്സോ കോടതി ശിക്ഷിച്ചു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് 2 വർഷത്തെ കഠിന തടവ് ഒരു 45-കാരനും പോക്സോ കോടതി ജഡ്ജി കൊടുത്തു. S. രമേശ് കുമാർ ശിക്ഷിച്ചു. 45-കാരനാണ് അയാള് നെടുമങ്ങാട് ആനാട് തീർത്ഥങ്കര കുന്നുംപുറത്ത് വീട്ടിൽ അനിൽകുമാർ. 45 വയസ്സുണ്ട്. ഈ മഹാനെ പേര് അതുകൊണ്ടാണ് പറഞ്ഞത്. ഇയാളെ സൂക്ഷിക്കണം. എന്തായാലും കോടതി 2 വർഷത്തിന് വലിയ ശല്യം ഉണ്ടാകത്തില്ല. കാരണം കഠിന തടവ് 2 വർഷം, ഒരു 10,000 രൂപ പിഴയിട്ടു. അതിനകത്തൊന്നും ഒരു മോചനം ഉണ്ടാവില്ല. അകത്ത് കിടന്നേ പറ്റുള്ളൂ. ഇതുപോലെ ലൈംഗികൃതം കാണിക്കുന്നവരൊക്കെ ഒരു പാഠമാകും. അത് കോടതി കൃത്യമായി ഒരു കൊച്ചു പെൺകുട്ടിയെ അതിനെ ബസ്സിൽ വെച്ച് ഇയാൾ ലൈംഗികവായുധം കാണിച്ചു. 45-കാരൻ. അതിനെ സംബന്ധിച്ച് കേസുണ്ടായി. കുട്ടിയുടെ മൊഴിയെടുത്തിട്ടുണ്ടാവും കുട്ടിയുടെ. ഏതായാലും ആ കട്ടക്കട അതിവേഗ പോക്സോ കോടതി ഈ ജഡ്ജി അദ്ദേഹത്തിനെ അഭിനന്ദിക്കുന്നു. കാരണം ഇങ്ങനെയുള്ളവന്മാരെയൊക്കെയാണ് ശിക്ഷിക്കേണ്ടത്. അതിനുള്ള എവിഡൻസ് ആ കൊച്ചു പറഞ്ഞിട്ടുണ്ടാകും. കൊച്ചിന്റെ മൊഴി അവിശ്വസിക്കേണ്ട കാര്യമില്ല. അവരെ സംബന്ധിച്ച് തെളിവുകൾ കോടതിയുടെ മുമ്പിൽ ആ കാട്ടാക്കട പോലീസ് ആയിരിക്കണം, അല്ലെങ്കിൽ നെടുമങ്ങാട് പോലീസ് ആയിരിക്കണം കൊടുത്തിരിക്കുന്നത്. കാട്ടാക്കട അതിവേഗ കോടതിയാണ് ശിക്ഷിച്ചത്. അതൊരു മാതൃകാപരമായ ശിക്ഷ തന്നെ. കാരണം ഇങ്ങനെയുള്ള സമൂഹത്തിൽ ധാരാളം പേരുണ്ട്. അവർക്കൊരു പാഠമാവും ജഡ്ജിയുടെ ഈ വിധി. അതുകൊണ്ടാണ് S. രമേശ് കുമാർ ആ ശിക്ഷിച്ചതിനെ നമ്മളെല്ലാവരും അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിനെ കോടതിയെ അഭിനന്ദിക്കുന്നു. ഇങ്ങനെയുള്ള ഈ സാമൂഹ്യ ദ്രോഹികളെ അവരെ നിലയ്ക്ക് നിർത്തിയേ പറ്റുള്ളൂ. ഇതുപോലെയുള്ള ശിക്ഷകൾ വന്നെങ്കിലേ അത് നടക്കുകയുള്ളൂ. ഏതായാലും 2 വർഷത്തേന് അയാൾ ജയിലിലോട്ട് പോകും. അതിന് അപ്പീൽ പോയാലും വലിയ സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇതുപോലെയുള്ള സംഭവം ഇപ്പോഴും ആവർത്തിക്കുന്ന ദൈനംദിനം. കൊച്ചു കുട്ടികളൊക്കെ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ, പെൺകുട്ടികൾ സഞ്ചരിക്കുമ്പോൾ ഇതുപോലുള്ള ആൾക്കാർ നഗ്നത ചിലര് കാണിച്ചുകൊണ്ടേയിരിക്കുന്ന കാണാം. ചില വൈകൃതങ്ങളും ചെയ്യും. അങ്ങനെ വൈകൃതം ചെയ്ത ഒരുത്തനാണ് ഏതായാലും ആ സ്ത്രീ പരാതി കൊടുക്കും എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും കൊടുക്കണം. അഭിനന്ദിക്കുന്നു ആ സ്ത്രീയെ പരാതി കൊടുത്താൽ. കാരണം അവര് ഇത് കണ്ടു. അവർ ആ ദൃശ്യം ക്ലവറായിട്ട് എടുത്തിട്ടുണ്ട്. ആളെ ഐഡന്റിഫൈകളാണ്. അയാളെ മുഖം കണ്ടാൽ തിരിച്ചറിയും. അതുകൊണ്ട് ഇത് പരസ്യമാക്കി കഴിഞ്ഞാലേ അയാളെ അറിയാവുന്ന നാട്ടുകാരും അയാളുടെ വീടിനടുത്തുള്ളവരും ആളെ തിരിച്ചറിയും. ആളെ കണ്ടുപിടിക്കുന്നതിന് പോലീസിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഇയാൾ നിത്യസന്ദർശകനാണോ ബസ്സിലെന്ന് അറിയത്തില്ല. അയാൾ മറ്റു പരിസരം മറന്നാണ് ഇയാൾ ഈ വൈകൃതങ്ങളൊക്കെ കാണിക്കുന്നത്. അവരിലേക്ക് നോക്കിക്കൊണ്ട് മറ്റുള്ള പരിസരം ഇത് ബസ്സിലാണ് സഞ്ചരിക്കുന്നതെന്നും ഇത് ഒരു പൊതുജനങ്ങൾ ധാരാളം സഞ്ചരിക്കുന്നതാണെന്നും അങ്ങനെയുള്ള സ്ഥലത്ത് യാതൊരു മടിയില്ലാതെ ഇയാൾ ഈ രീതിയിലുള്ള പ്രവൃത്തി നടത്തിയിട്ടുണ്ടെങ്കിൽ
ഇതും ഒരു ശിക്ഷ വാങ്ങിച്ചുകൊണ്ട് തന്നെ പോകണമെന്നാണ് എൻ്റെ പ്രാർത്ഥന.